തലസ്ഥാനത്ത് താമര തരംഗമുണ്ടാകുമോ? ചരിത്രം തിരുത്തിക്കുറിക്കാൻ കുമ്മനം രാജശേഖരനാകുമോ? ത്രികോണ പോരാട്ടത്തിന്റെ ചൂടേറെയുള്ള തലസ്ഥാനത്ത് ഇത്തവണ കാര്യങ്ങൾ കുമ്മനത്തിന് അനുകൂലമെന്നാണ് ഇതുവരെയുള്ള സർവേ ഫലങ്ങൾ. കോൺഗ്രസിന്റെ വിശ്വപൗരൻ ശശി തരൂർ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തെത്തിയതിന്റെ നാണക്കേട് മാറ്റാൻ സിറ്റിംഗ് MLA സി ദിവാകരനെ തന്നെ ഇറക്കി ഇടതുമുന്നണി ഏറെ പ്രതീക്ഷിച്ച അണികളിലേക്ക് ആവേശമായൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആ വെടിക്കെട്ട് പ്രകടനം ഇപ്പോഴും തുടരുകയാണ്. തുടക്കം മുതൽ ത്രികോണ മത്സര ചൂടേറെയുള്ള തിരുവനന്തപുരത്ത് ഇടത് വലത് മുന്നണികൾക്ക് ആശ്വാസം നൽകുന്നതാകില്ല തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇതുവരെയുള്ള സർവേ ഫല സൂചനകൾ. 6% വോട്ട് വ്യത്യാസത്തിൽ കുമ്മനം കളം പിടിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ സർവേ ഫലം നൽകുന്ന സൂചന. NDA 40% വോട്ട് പിടിക്കുന്ന മണ്ഡലത്തിൽ UDFന് പ്രവചിക്കുന്നത് 34% വോട്ടാണ്. ഇടതുമുന്നണിക്ക് 25% വോട്ടുണ്ടാകുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. ആദ്യ തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടിനടുത്ത് വിജയിച്ച ശശി തരൂർ കഴിഞ്ഞ തവണ വിജയിച്ചത് വെറും 15,470 വോട്ടിനായിരുന്നു. 2ാം സ്ഥാനത്തുള്ള BJPയും 3ാം സ്ഥാനത്തുള്ള CPIയും തമ്മിലുള്ള വ്യത്യാസം 33,000-ഓളം വോട്ടാണ്. അപ്പോൾ കുമ്മനത്തിന് കയറി വരാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തം. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതുവരെ കണ്ടൊരു തരംഗമായിരിക്കില്ല തിരുവനന്തപുരത്ത് ആവർത്തിക്കുക. അനന്തപുരി കാവി അണിയുമോ എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനെയൊക്കെ ബലപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന സർവേ ഫലങ്ങൾ. ഫെബ്രുവരിയിൽ ശബരിമല വിഷയം വലിയ വികാരമായി ആളിക്കത്തിയപ്പോൾ അത് ഏപ്രിലിൽ ചെറിയ കുറവുണ്ടെങ്കിൽ പോലും ശബരിമല തന്നെയായിരിക്കും വലിയ വികാരമായി പ്രതിഫലിക്കുക എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതവണ വിവാദങ്ങളും വിലക്കുമൊക്കെ ഉണ്ടായിട്ടും BJP ശബരിമല തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കളത്തിലിറങ്ങി കളിക്കുന്നതും. ഇതിൽ ഒരുപാട് പെരുമാറ്റച്ചട്ട ലംഘനമൊക്കെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പലയിടത്തും. പക്ഷേ കോൺഗ്രസും അത്തരത്തിൽ തന്നെ പ്രചാരണം നടത്തുന്നതായി BJP ക്യാമ്പുകളും ആവർത്തിക്കുന്നു. ഏതായാലും ശശി തരൂരിനെ നിലനിർത്താനായി കേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷകർ വരെ തിരുവനന്തപുരത്തെത്തി കളത്തിലിറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു പ്രസ്റ്റീജ് മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന കഴിഞ്ഞ ദിവസവും KC വേണുഗോപാൽ ആവർത്തിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയൊരു വോട്ട് വ്യത്യാസം ഇപ്പോൾ BJPക്കും കോൺഗ്രസിനും ഇടയിൽ ഇല്ല. 15,400 സംതിങ് എന്നുള്ള ആ ഒരു കണക്ക് അതിലേക്ക് വരാൻ BJPക്ക് വലിയ പെടാപ്പാടൊന്നും പെടേണ്ടി വരില്ല എന്നാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന വിവരങ്ങൾ.